രുചിവൈഭവങ്ങളുടെ വൈവിധ്യമാർന്ന നറുമണം തൂകുന്ന വൈവിധ്യപൂർണമായ ഒരു അടിപൊളി പ്രോഗ്രാം നമ്മുടെ അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ റമീസ. അരീക്കോട് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊക്കെ കാണുന്നുണ്ടല്ലേ, സ്റ്റാറ്റസിലും മറ്റൊക്കെ ആയിട്ട് അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഒരു ഫുഡ് ഫെസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത്. വെറും ഫുഡ് ഫെസ്റ്റ് അല്ല കേട്ടോ, മെഗാ ഫുഡ് ഫെസ്റ്റാണ്. അരീക്കോട് സുല്ലമുസ്സലാം ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അത് വരുന്നത് നമ്മളെ 13-ാം തീയതി, അതായത് നെക്സ്റ്റ് ഡേ 4 മണി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഓരോ ക്ലാസ് വൈസ് ആയിട്ടാണെന്ന് തോന്നുന്നു സ്റ്റാളുകളൊക്കെ റെഡിയാക്കിയത്. അപ്പോൾ അതിൻ്റെ പണിപ്പുര കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തപ്പോൾ എടുത്ത കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ സ്റ്റാളുകളായിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇനി ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. പിന്നെ ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് കാണണമെങ്കിൽ ഇതിൻ്റെ ഫുൾ ഫിനിഷ് വർക്ക് കഴിയണം. അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കി കാണണമെങ്കിൽ നൈറ്റ് വ്യൂ ആയിരിക്കും ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ പോയ സമയത്ത് കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഇതുപോലെ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ, നമ്മുടെ അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയം അറിയാലോ, മുക്കം അരീക്കോട് ടൗണിൻ്റെ ഇടയിൽ നമ്മൾ കഴിഞ്ഞ നവകേരള സദസ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അത് നടന്ന അതേ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഗ്രൗണ്ടിൻ്റെ ചുറ്റിലും ഇതുപോലെ ചെറിയ ചെറിയ ടെൻറ്റുകളാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ പോർഷനിലും മാക്സിമം സ്ഥലം യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ടെൻറ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള വാഷിങ്ങിനുള്ള സൗകര്യങ്ങൾ അതുപോലെ ഓരോന്നായിട്ട് റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫുഡ് ഫസ്റ്റ് ആയിട്ടൊന്നുമല്ല കേട്ടോ ഓറിയൻ്റൽ സ്കൂൾ നടത്തുന്നത്. നമുക്കറിയാം അരീക്കോടിൽ പേര് കേട്ട ഒരു സ്കൂൾ തന്നെയാണ് SOHSS എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റ് മുമ്പ് നടത്തിയ സമയത്ത് അരീക്കോട് ടൗണിലൊക്കെ നല്ല തിക്കും തിരക്കും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു മുൻധാരണ കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു അനുഭവ സമ്പത്തിൻ്റെ ബലത്തിലായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇതേതായാലും നല്ലൊരു ഡിസിഷൻ തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ട് സെലക്ട് ചെയ്തു എന്നുള്ളത്. എത്ര ആളുകളെ വേണമെങ്കിലും ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മുമ്പത്തെ നവകേരള സദസ്സ് പോലെയുള്ള പരിപാടിയിൽ കണ്ടതാണ്. ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ലെവലിൽ ഉയർത്താനും വേണ്ടിയിട്ടൊക്കെ റെഡിയായ ഒരു സ്റ്റേഡിയം കൂടിയാണ്. അപ്പോൾ നല്ല അത്യാവശ്യം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ, അധികം തിക്കും തിരക്കൊന്നും ഇല്ലാത്ത, എല്ലാവർക്കും എല്ലാം കാണാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ വൈകുന്നേരം ടൈം കൊടുത്തതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വെയിലാണ്. ഞാൻ ഉച്ച ടൈമിൽ പോയിട്ട് നമ്മൾ കരിഞ്ഞു പോണ ടൈപ്പ് വെയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വെയിലാറി നൈറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ എല്ലാം കൊണ്ടും സൗകര്യപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. അപ്പോൾ ഓരോ ക്ലാസ് വൈസ് ആയിട്ട് അവിടുത്തെ രക്ഷിതാക്കളും സ്റ്റുഡൻസും ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിനുള്ള വിഭവങ്ങളൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു സ്കൂളും കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഫുഡ് ഫെസ്റ്റിൻ്റെ ഒക്കെ ഫണ്ട് അതിലേക്കും കൂടെ ഉള്ളതായിരിക്കും. അപ്പോൾ എല്ലാവിധ വിജയഭാവുകങ്ങളും നേരെയാണ്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. എല്ലാ കൂട്ടുകാരോടും താങ്ക് യു, ബൈ.